17,000 രൂപയ്ക്ക് കൊടുക്കാം, ഒരു 19,000 രൂപയ്ക്ക് കൊടുക്കാം, 41 രൂപയ്ക്ക് കൊടുക്കാം, 48,000 രൂപയ്ക്ക്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അലി ഓട്ടോ ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ള കുറേ വണ്ടിയുടെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് 2013 പെട്ടി ഓട്ടോറിക്ഷയാണ്. ഒരുവിധം നല്ല വണ്ടിയാണ്. ഇതിന് പേപ്പർ വരുന്നതെന്ന് പറഞ്ഞാൽ 2026 7 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്, 2026 9 മാസം വരെ ടാക്സ് ഉണ്ട്. ക്ഷേമത ഇപ്പോൾ ഇതുവരെയുള്ള എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡിസംബറിലാണ്, നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടേക്കുവാണ്. ഈ കണ്ടീഷനിൽ നമുക്കൊരു 95,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2020 മോഡല്, 19-20 മോഡല് BS4 ലാസ്റ്റ് വണ്ടി. ബാക്കി സ്റ്റീൽ ബോഡിയൊക്കെ അടിച്ചേക്കുന്ന വണ്ടിയാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടി നമുക്കൊരു 1,95,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2016 ആൽഫയാണ്. ആൽഫ സാധാ ആൽഫയാണ്. പുതിയ ടെസ്റ്റ്, പുതിയ പേപ്പർ. ഈ വണ്ടി ക്വാളിറ്റി വണ്ടികളായി കാണിക്കുന്നതൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പുത്തൻ പേപ്പറാണ്. എല്ലാ പേപ്പറും ഒരു കൊല്ലത്തേക്കുണ്ട്. ഈ വണ്ടി 1,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2016 ആപ്പേ ഗുഡ്സാണ്. 2016 ഇതും പുതിയ ടെസ്റ്റാണ്, പുതിയ പേപ്പറാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 പുതിയ ടെസ്റ്റ്, പുതിയ പേപ്പർ. ഇത് 2019-20 മോഡൽ ആപ്പ പെട്ടി ഓട്ടോറിക്ഷ BS4 വണ്ടി. ഇത് നല്ല ക്വാളിറ്റി വണ്ടിയാണ്, പുതിയ പേപ്പറാണ്. ബാക്കി ഷീറ്റില്ല, വേലിയുണ്ട്. ഈ വണ്ടി നമുക്ക് 1,95,000 രൂപയ്ക്ക് ഈ വണ്ടിയും കൊടുക്കാം. അടുത്തതായിട്ട് ഈ വണ്ടി നമ്മൾ കൊടുത്തതാണ്, കോമ്പാക്റ്റ്. അടുത്തത് 2012 മോഡൽ ആൽഫ. അടുത്ത വർഷം 2 മാസം വരെ പേപ്പറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഈ വണ്ടി നമുക്കൊരു 95,000 രൂപയ്ക്ക് കൊടുക്കാം. 95,000. നമ്മൾ ഈ വണ്ടി ഇങ്ങനെ എളുപ്പം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അടുത്തടുത്ത ദിവസങ്ങളിൽ. ഇത് 2013 ആൽഫ പാസഞ്ചർ. പുതിയ പേപ്പർ, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുർ, പുതിയ ടാക്സ്, പുതിയ ക്ഷേമതി. ഇത് നമുക്ക് 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 2013 മോഡൽ. ഇത് 2017 കോമ്പി. അടുത്ത വർഷം 3 മാസം വരെ പേപ്പറുണ്ട്. ഈ വണ്ടി നമുക്ക് 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത 2013 പ്രൈവറ്റ് ആപ്പേ സിറ്റി. 2028 വരെ പേപ്പറുണ്ട്. അത്യാവശ്യം ആവറേജ് വണ്ടി. നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2013 ആൽഫ. അടുത്ത വർഷം 6 മാസം വരെ പേപ്പറുണ്ട്. ഒരു 75% ഓക്കെ ആയിട്ടുള്ള വണ്ടി. ഇത് നമുക്ക് 1,39,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2015 ആപ്പ പാസഞ്ചർ. പുതിയ ടെസ്റ്റ്, പുതിയ പേപ്പറുമാണെല്ലാം. ഈ വണ്ടി നമുക്കൊരു 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടി ഇതാണ് 2011 മോഡൽ ആപ്പ പാസഞ്ചർ. പെയിൻ്റ് അടിച്ചിട്ടേക്കുന്ന ഡിസംബറിൽ ടെസ്റ്റാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 95,000 രൂപയ്ക്ക് കൊടുക്കാം ഈ കണ്ടീഷനിൽ. അടുത്തത് 2011 മോഡൽ ആൽഫ പാസഞ്ചറാണ്. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുർ, പുതിയ ടാക്സ്. ഈ വണ്ടി നമുക്കൊരു 90,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടി ഇത് 2014 മോഡൽ അതിൽ പാസഞ്ചർ. ഇതെല്ലാം പുതിയ പേപ്പറാണ്, പുതിയ ടെസ്റ്റ്. 2030 വരെ ടാക്സ് ഉണ്ട്, പുതിയ ഇൻഷുറൻസ്. ഈ വണ്ടി നമുക്കൊരു 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 വണ്ടി. ഇത് 2016 മോഡൽ ബജാജ് മാക്സിമോ. ഈ വണ്ടി നമുക്കൊരു ഏകദേശം ഒരു കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട്, 1 കൊല്ലത്തേക്ക് ടാക്സ് ഉണ്ട്, 2 കൊല്ലത്തേക്ക് ടാക്സ് ഉണ്ട്, പുതിയ ഇൻഷുറൻസ്. ഈ വണ്ടി നമുക്കൊരു ഏകദേശം 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 മോഡലാണ്. അടുത്തത് 2010 മോഡൽ പ്രൈവറ്റ് ഓട്ടോറിക്ഷ. പെട്രോൾ ഓട്ടോറിക്ഷയാണ്, പ്രൈവറ്റ്. 2030 വരെ പേപ്പറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ടാക്സ് 30 വരെ, ഇൻഷുറൻസ് 1 വർഷം, ടാക്സ് 30 വരെ. ഈ വണ്ടി നമുക്കൊരു 42,000 രൂപയ്ക്ക് കൊടുക്കാം. അതേ മോഡൽ 2001 മോഡൽ പഴയ മോഡൽ പെട്രോൾ ഓട്ടോറിക്ഷ പ്രൈവറ്റാണ്. അടുത്ത വർഷം 11 മാസം വരെ ടെസ്റ്റ് ഉണ്ട്. അടുത്ത വർഷം 5 മാസം വരെ ഇൻഷുർ ഉണ്ട്. 2030 വരെ ടാക്സ് ഉണ്ട്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 19,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടി 19,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതാണ് 2005 പ്രൈവറ്റ് പെട്രോൾ ഓട്ടോറിക്ഷ. ഇത് ആവറേജ് വണ്ടിയേ ഉള്ളൂ. ചെറിയ ചെറിയ പാച്ചുവർക്കുണ്ട്, ടയർ ഭാഗം മോശമുണ്ട്. 2027 വരെ ടെസ്റ്റ് ഉണ്ട്, 27 വരെ ടാക്സ് ഉണ്ട്, 10 മാസം ഇൻഷുറൻസ് തീരും. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 17,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ കണ്ടീഷനിൽ 17,000 രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി. ഇത് 2012 മോഡൽ RE ഡീസൽ. പുതിയ ടെസ്റ്റ്. ഈ മാസം ഇപ്പം 9 മാസം ടെസ്റ്റ് ചെയ്തേക്കുക. അടുത്ത വർഷം 9 മാസം വരെ പേപ്പറുണ്ട്. അത്യാവശ്യം കൊച്ചു തെറ്റില്ലാത്തൊരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്കൊരു ഏകദേശം 59,000 രൂപയ്ക്ക് കൊടുക്കാം. പുതിയ പേപ്പറാണ്, അത്യാവശ്യം ഒരു പാർട്ടിക്ക് ഓടാൻ പറ്റിയ വണ്ടിയാണ്. 59,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടിയാണ്. 2012 മോഡൽ ഡീസൽ.
59,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2012, ഇതിന് 2012 മുകളിൽ RE ഡീസലാണ്. അടുത്ത വർഷം 2-ാം മാസം വരെ പേപ്പറുണ്ട്. അത്യാവശ്യം ആവറേജ് വണ്ടിയേ ഉള്ളൂ. ഇത് നമ്മൾ മാറി എക്സ്ചേഞ്ച് എടുത്ത വണ്ടികളാണ്. ഇന്നത്തെ വലുതായിട്ട് നമ്മൾ പണിഞ്ഞിട്ടൊന്നുമില്ല. ഈ കാണുന്ന കണ്ടീഷൻ, ഈ കണ്ടീഷനിൽ നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കുക. വണ്ടി 48,000 രൂപയ്ക്ക് കൊടുക്കാം. വലിയ ഇത് നമ്മൾ പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി, ഒരു കൊച്ചു പാർട്ടിക്ക് ഓടാൻ പറ്റിയ 48,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ഡീസൽ വണ്ടി, കാലേ ക്ലച്ച്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2010 മോഡൽ പെട്രോൾ ഓട്ടോറിക്ഷയാണ്. ഇത് അത്യാവശ്യം 75% ഓക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു കൊച്ചു പാർട്ടിക്ക് ഒരു ഓടാൻ പറ്റുന്ന, അടുത്ത വർഷം 2-ാം മാസം വരെ പേപ്പർ നിൽക്കുന്ന ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 41 രൂപയ്ക്ക് കൊടുക്കാം. 41,000 രൂപയ്ക്ക് 2010 മോഡൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം 41 രൂപയ്ക്ക്. അടുത്ത പരിചയപ്പെടാൻ പോകുന്ന വണ്ടി നമ്മൾ 2017 കോമ്പാക്റ്റാണ്. നല്ല വൃത്തി വണ്ടിയാണ്. അടുത്ത വർഷം വരെ പേപ്പർ നിൽക്കുന്ന ഈ വണ്ടി നമുക്ക് 1,35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 കോമ്പാക്റ്റ് ഡീസൽ. ഇതും 2017 കോമ്പാക്റ്റാണ്, ഡീസലാണ്. 2017 വണ്ടി. ഈ വണ്ടിയാണ് നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത വർഷം വരെ പേപ്പർ നിൽക്കുന്നത്. പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും, പുതിയ ടാക്സ്, പുതിയ ക്ഷേമതി എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അടുത്ത വർഷം വരെയുള്ള പേപ്പർ നിൽക്കുന്ന വണ്ടി 1,30,000 രൂപ. ഇത് 2015 മോഡൽ പെട്രോൾ ഓട്ടോറിക്ഷ 2 സ്റ്റോക്ക്. ഇപ്പം പുതിയ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും പുതിയ പേപ്പറാണ്. ഈ വണ്ടി നമുക്കൊരു 69,000 രൂപ കൊടുക്കാം. 2015 മോഡൽ. ഇത് 2021 മോഡൽ ബജാജ് കോമ്പാക്റ്റ് ഡീസൽ. 2021 മോഡൽ വണ്ടി. നല്ല വണ്ടിയാണ്. 2 കൊല്ലം പേപ്പറായിട്ട് ഇരിക്കുന്ന നല്ല പണിഞ്ഞിട്ടേക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 1,65,000 രൂപ കൊടുക്കാം ഫൈനൽ. 1,65,000 കൊടുക്കാം ഫൈനൽ. ഇത് 2019 മോഡൽ അവസാന വണ്ടി, 10-ാം മാസം വണ്ടിയാണ്. 19 അവസാനം വണ്ടി. ഇപ്പം പുതിയ ടെസ്റ്റ് ചെയ്തിട്ട് 10 ദിവസത്തിനകത്ത് 2 വർഷം ടെസ്റ്റ്, പുതിയ ഇൻഷുർ, പുതിയ ടാക്സ്, പുതിയ ക്ഷേമതി ഉണ്ട്. എഞ്ചിൻ ഇപ്പോൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. ഇത് 1,70,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടി. BS4 അവസാന വണ്ടിയാണ്. ഇത് 2018 വണ്ടി. ഇതും ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വണ്ടി. 1 വർഷത്തെ പേപ്പർ ഫുള്ളുണ്ട്. പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും. 1,50,000 രൂപ കൊടുക്കും ഈ വണ്ടി. ഇത് 2018 മോഡൽ 1 കൊല്ലത്തെ പേപ്പർ നിൽക്കുന്ന വണ്ടി. ഈ വണ്ടി 1,45,000 രൂപ കൊടുക്കാം. 19 മോഡൽ. ഇത് 2018 മോഡൽ. 2018 മോഡൽ 1 കൊല്ലത്തോളം പേപ്പർ നിൽക്കുന്ന ഈ വണ്ടി നമുക്കൊരു ഏകദേശം 1,40,000 രൂപ കൊടുക്കാം ഈ വണ്ടി. അടുത്തതായിട്ട് 2017 വണ്ടി. 2 കൊല്ലം പേപ്പർ കിട്ടിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടി, നല്ല വണ്ടിയാണ്. ഇത് 1,45,000 രൂപ കൊടുക്കുക ഈ വണ്ടി. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള വണ്ടി 2019 തന്നെ, പുതിയ പേപ്പർ, പുത്തൻ ടെസ്റ്റ്, പുതിയ ഇൻഷുർ, പുതിയ ടാക്സ്, പുതിയ ക്ഷേമതിയുള്ള നല്ല വണ്ടിയാണ്. ഈ വണ്ടികൾ കൂട്ടിയിട്ടേക്കുന്നുണ്ട് എല്ലായിടവും കാണിക്കാൻ പറ്റാത്തത്. ഇതാണെങ്കിൽ 2019 വണ്ടിയാണ്. ഈ വണ്ടി പുതിയ ടെസ്റ്റാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2019 വണ്ടിയാണ്. കുറച്ചും കൂടെ പണിഞ്ഞ വണ്ടിയാണ്. ഫുൾ വർക്കൊക്കെ ചെയ്തേക്കുന്നത്. 2027 വരെ പേപ്പർ നിൽക്കുന്നത് ഈ വണ്ടി നമുക്ക് 1,65,000 രൂപയ്ക്ക് ഈ വണ്ടിയും കൊടുക്കാം. ഇതും കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഇത്രയും കോമ്പാക്റ്റാണ് നിലവിൽ പണി കഴിഞ്ഞതായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്തുള്ള വീഡിയോകളിൽ 3-4 വണ്ടിയുടെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ വണ്ടികൾ ഒരുപാടുള്ളതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് നീളത്തിൽ പോകുന്നതുകൊണ്ടാണ് നമ്മളിത് കുറച്ചായിട്ട് എളുപ്പം കാണിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2018 രജിസ്ട്രേഷൻ മോഡൽ ജീത്തോ പാസഞ്ചറാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടി. നല്ല ക്വാളിറ്റി, ജെനുവിനായിട്ട് ഇപ്പോൾ നമ്മൾ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടേക്കുന്ന നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വൃത്തിയായിട്ടുള്ളൊരു ജീത്തോ പാസഞ്ചറാണ്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി, പാച്ചുറുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു വണ്ടി. അടുത്ത വർഷം വരെ പേപ്പർ നിൽക്കുന്ന ഈ വണ്ടിയാണ്. വണ്ടിക്ക് അകവും ഒന്ന് കാണിക്കാം. നീറ്റായിട്ടുള്ള പാച്ചുറുക്കോ കാര്യങ്ങളൊന്നും, കമ്പനി ഫ്ലാറ്റാണ് കിടക്കുന്നത്. കിലോമീറ്റർ 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നീറ്റാണ്. നീറ്റായിട്ടുള്ള ഈ വണ്ടിക്ക് നമ്മൾ 3,25,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ജീപ്പോടെ വില 3,25,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ കിടക്കുന്ന ഈ വണ്ടികളെന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി, ഇതിപ്പം കോമ്പാക്റ്റ് 2014, അതാ എഞ്ചിൻ പണിഞ്ഞുകൊണ്ടിരിക്കുക, എഞ്ചിൻ റീസെറ്റ് ചെയ്യുകയാണ്. ഈ വണ്ടികളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തുള്ള വണ്ടി ഇവിടെ കിടക്കുന്ന ജസ്റ്റ് ഇനി ഏത് വണ്ടിയാണ് കിടക്കുന്നത്? നമുക്ക് വെളിയിൽ കിടക്കുന്ന ഏതൊക്കെ വണ്ടിയാണ് കാണിക്കാനുള്ളത്? ഇലക്ട്രിക് വണ്ടിയും വെള്ളിമൂങ്ങയല്ലേ? വെള്ളിമൂങ്ങ, അത് കാണാം അടുത്തതായിട്ട്. ഇത് 2013 മോഡൽ വെള്ളിമൂങ്ങയാണ്. ടാറ്റ ഐറസ്. അത്യാവശ്യം ആവറേജ് വണ്ടിയാണ്. വലിയ കുഴപ്പമില്ലാത്ത. അടുത്ത വർഷം 3-ാം മാസം വരെ പേപ്പറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ ആവശ്യമുള്ള വിലയെന്ന് പറഞ്ഞാൽ 1,20,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 2013 വണ്ടി. സാധാ വണ്ടിയാണ്, സെൻസറല്ല, സാധാ വെള്ളിമൂങ്ങ. 2013 വണ്ടി 1,20,000. അടുത്ത വണ്ടി നമുക്കുള്ളത് 2021 മോഡൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് മഹേന്ദ്രയുടെ.
അത്യാവശ്യം തെറ്റില്ലാത്തൊരു വണ്ടിയാണ്. 2027 9 മാസം വരെ ടെസ്റ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. ഒരു കൊല്ലത്തേക്ക് പുതിയ ഇൻഷുർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം 100 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ഉപയോഗിച്ച് നോക്കിയതാണ്. 100 വരെ കിലോമീറ്റർ വരെ നമ്മൾ ഓടിയിട്ടുണ്ട് വണ്ടിക്കകത്ത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 95,000 രൂപയ്ക്ക് കൊടുക്കാം. 95,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത്. നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം പത്തനംതിട്ട ബോർഡറിൽ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഏനാത്ത്, കൊല്ലം പത്തനംതിട്ട ബോർഡറിൽ ഏനാത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അലി ആട്ടോ ഗ്യാരേജ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇത് ഇത്രയും വണ്ടികളാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. അപ്പം പണിയാനായിട്ട് ഒരു 6-7 വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വണ്ടികളായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഈ വണ്ടിക്ക് അകവും കാര്യങ്ങളും ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. ഓടിച്ചൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടേ ഉള്ളൂ നമ്മൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരേ മോഡൽ 5-6 വണ്ടി ഒരുമിച്ച് അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ അലി ആട്ടോ ഗ്യാരേജ് എന്നുള്ള ചാനൽ നിങ്ങൾ കാണുക. അതിനകത്ത് കയറി നോക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള വണ്ടികൾ നമ്മൾ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള എല്ലാ വിലയ്ക്കുള്ള വണ്ടികൾ നമ്മുടെ വരും. ആ വണ്ടികൾ നിങ്ങൾ നോക്കുക. അടുത്ത വീഡിയോ വരെ ഹായ്.